കെമിസ്ട്രി ലേണിംഗിന്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പി ബ്ലോക്കിൽ വരുന്ന മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സവിശേഷതയായിട്ട് നമ്മൾ പഠിക്കുന്ന ഗ്രൂപ്പ് 30 മുതൽ 18 വരെ വരുന്ന എലമെന്റ്സിനെ നമ്മൾ പറയുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ്. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ വരുന്ന മൂലകങ്ങളെ നമ്മൾ 18ാമത്തെ ഗ്രൂപ്പിൽ വരെ വരുന്ന മൂലകങ്ങളെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഈ 18ാമത്തെ എലമെന്റ്സിന് നമ്മൾ വേറൊരു പറയും നോബൽ ഗ്യാസ് എന്നൊരു പേര് കൊടുക്കും. നോബൽ ഗ്യാസ് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഉത്കൃഷ്ടവാതകങ്ങൾ ഫുള്ളി ഫിൽഡ് ആയിരിക്കും, അതിൻ്റെ ഒക്ടേറ്റ് ഒക്കെ അതിൻ്റെ സബ്ഷനിൽ ഫുള്ളി ഫിൽഡ് ആയിരിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ഹീലിയം പറഞ്ഞു, ഹീലിയം 1s2 അതിൻ്റെ ഒക്ടേറ്റ് അതിൻ്റെ സബ്ഷനിൽ ഫുള്ളി ഫിൽഡ് ആണ്. അതുകൊണ്ട് അതിന് സ്ഥിരതയുള്ള ഒരു വാതകമാണ് ഹീലിയം. സോ ഇതൊരു ഉത്കൃഷ്ട വാതകമാണ്. പിന്നെ എലമെന്റ്സ് ഏതൊക്കെ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം? സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ പി ബ്ലോക്കിൽ എക്സിസ്റ്റ് ചെയ്യാം. പിന്നെ അയണൈസേഷൻ എനർജി എസ് ബ്ലോക്കിനേക്കാളും കൂടുതലാണ്. പക്ഷെ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന് അയണൈസേഷൻ എനർജി കുറവാണ്. കാരണം ഇലക്ട്രോ പോസിറ്റീവ് ആണ് അവരുടെ നേച്ചർ. പി ബ്ലോക്ക് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറാണ് അവർക്ക് കൂടുതൽ. കാരണം അവർക്ക് വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പ്ലസും നെഗറ്റീവും ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്ന ഹൈ അയണൈസേഷൻ എനർജി ദാൻ എസ് ബ്ലോക്ക് എലമെന്റ്സിനേക്കാളും ഹൈ അയണൈസേഷൻ എനർജിയാണ് അല്ലേ. എസ് ബ്ലോക്ക് എലമെന്റ്സിനേക്കാളും അയണൈസേഷൻ എനർജി കൂടുതലാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ മെറ്റൽ ഏതൊക്കെ സ്റ്റേറ്റിൽ ഇത് എക്സിസ്റ്റ് ചെയ്യാം? മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ് ഉണ്ട്. അങ്ങനെ പി ബ്ലോക്ക് എലമെന്റ്സ് ഏതൊക്കെയുണ്ട്? മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ, മെറ്റലോയിഡ്. പിന്നെ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന് മെറ്റാലിക് ക്യാരക്ടറാണ് കൂടുതൽ, മെറ്റലിന്റെ ക്യാരക്ടറാണ് കൂടുതലായിട്ടും കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാലൻഷ്യൽ ഇലക്ട്രോൺസും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3 ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. 4 ആണെങ്കിൽ പ്ലസ് ഓർ നെഗറ്റീവ് 4, അതായത് സ്വീകരിക്കാനും വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 8ൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ 5 ആണെങ്കിൽ അതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 ആയിരിക്കും. 6 ആണെങ്കിൽ 8ൽ നിന്ന് 6 കുറച്ച് 2, അപ്പോൾ -2 എന്ന് കൊടുക്കുക. 7 ആണെങ്കിൽ -1, 8 ആണെങ്കിൽ 0 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ അറിയില്ലെങ്കിൽ എക്സ് കൊടുക്കുക. X6 ഇലക്ട്രോൺസ് അതിന് എത്ര ഇലക്ട്രോൺ വേണം? 6 ആണെങ്കിൽ 2 ഇലക്ട്രോൺസോടും വേണ്ടേ? അപ്പോൾ -2 കൊടുക്കുക, 2 ഇലക്ട്രോൺസ് വേണം. 7 ആണെങ്കിൽ 1 ഇലക്ട്രോൺസോടും മതി, അപ്പോൾ -1. 8 ആണെങ്കിൽ ഇലക്ട്രോൺസ് വേണ്ട, 0. അങ്ങനെ ഓർത്താൽ മതി. സോ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഇന്ന് പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? ഗ്രൂപ്പ് 13 മുതൽ 18 വരെ വരുന്ന എലമെന്റ്സിന് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. പിന്നെ സോളിഡും ലിക്വിഡും ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു പഠിച്ചു. അയണൈസേഷൻ എനർജി കൂടുതലാണ്. മെറ്റാലിക് സ്റ്റേറ്റിലും നോൺ മെറ്റലും മെറ്റലോയിഡ് സ്റ്റേറ്റിലും ഇത് അങ്ങനെ 3 അവസ്ഥയിൽ ഇതിനെ കാണാൻ പറ്റും. പിന്നെ അതിന് ബാലൻസ് 3 ആണെങ്കിൽ +3 ആണ്. 4 ആണെങ്കിൽ വിട്ടുകൊടുക്കാം, 4 ഇലക്ട്രോൺസ് സ്വീകരിക്കുക അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുക. 4 ഇലക്ട്രോൺ സ്വീകരിച്ചാൽ അതിന് 8 ഇലക്ട്രോൺസ് ആയി, അത് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി. ഇനി 5 ആണെങ്കിലോ 3 ഇലക്ട്രോണോട് തന്നെ വേണം, അപ്പോൾ -3 ആയി. 6 ആണെങ്കിൽ 2 ഇലക്ട്രോണോട് വേണം, -2. 7 ആണെങ്കിൽ -1, 8 ആണെങ്കിൽ 0. അപ്പോൾ നമ്മളിന്ന് പഠിച്ച പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. സോ താങ്ക് യു.